ഇത് ബ്ലൂ ജാവയാണ്. ഏകദേശം 15 കിലോയിൽ മേലെ തൂക്കമുണ്ട്. ശരിക്കും ഇത് കൊല ഒടിഞ്ഞതാണ്, മഴയത്ത് കൊല ഒടിഞ്ഞു പോയി. അപ്പോൾ ചുവടം വലിപ്പം വെച്ചേനെ, അപ്പോഴേക്കും കൊല ഒടിഞ്ഞു, അങ്ങനെ വെട്ടിയതാണ്. അതുകൊണ്ട് ഈ മണ്ണ് പറ്റിയത് നിലത്തേക്ക് ഇത് ചെയ്തായിരുന്നു. അത് ചെറിയ മണ്ണിൻ്റെ ഇതൊക്കെ കാണുന്നത്. വലിയ കൊലയാണ്. അതുപോലെ കായും നല്ല വലിപ്പമാണ്. ഓരോ കായും നല്ല വണ്ണമാണ്. ഏത്തക്കായുടെ വണ്ണമുണ്ട്. നീളം അത്രയില്ല, പക്ഷേ ഏത്തക്കായ്ക്കൊക്കെ ഉള്ള വണ്ണം ഉണ്ട്. നല്ല മുഴുത്ത കായാണ്. നമ്മൾ ചാരപ്പൂവിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കായുടെ വലിപ്പം വളരെ കൂടുതലാണ്. ചാരപ്പൂവിൻ്റെ കായ ഏകദേശം ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ കറിക്കായൊക്കെ ഉണ്ടല്ലോ, എന്താ പടറ്റി കറിക്കായ ഇരിക്കില്ലേ, കറിക്കായുടെയൊക്കെ വണ്ണം ഉണ്ട് ഇതിന്. വേണ്ട ആ ഒരു രീതിയിലാണ് വലിപ്പം. അപ്പോൾ പലരും നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചാരപ്പൂവിനെ ബ്ലൂ ജാവ, ഐസ്ക്രീം, ബനാന എന്നും പറഞ്ഞ് പലപ്പോഴും കാണിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നല്ല വലിപ്പ വ്യത്യാസമുണ്ട്. വലിയ കായാണ്. നേരിട്ട് കണ്ടാൽ അത് മനസ്സിലായി, രണ്ടും കൂടി കണ്ടാലാണ് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അവരാ നിറം വെച്ചിട്ടാണ് ചാരപ്പൂവൻ എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കളറിൻ്റെ ഒരു രീതി, ഒരു മൊത്തത്തിലൊരു പാറ്റേൺ നോക്കുമ്പോൾ ചാരപ്പൂവനാന്ന് തോന്നും. പക്ഷേ സൂക്ഷിച്ച് നോക്കുമ്പോൾ ചാരപ്പൂവനായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. കായ കണ്ടാൽ തിരിച്ചറിയാം, നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ.